നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDF ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. UDF 102 സീറ്റുകൾ നേടിയപ്പോൾ LDF വെറും 35 സീറ്റിൽ ഒതുങ്ങി. ഇന്ത്യയിൽ CPM ഭരണം നിലനിന്ന ഏക സ്റ്റേറ്റായ കേരളം കൂടി നഷ്ടമായപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നും CPM അപ്രത്യക്ഷമാവുകയാണ് എന്ന വിലയിരുത്തലുകൾ ശക്തമായി. ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്തായാലും വീണ്ടും ശക്തിയോടെ തിരിച്ചു വരുന്നതാണ് അതിൻ്റെ ചരിത്രം. സംഘടനാപരമായി CPM കേരളത്തിൽ ശക്തമാണ്. 2016 മുതൽ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷമാണ് കോൺഗ്രസ് നയിക്കുന്ന UDF കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തിയത്. എന്നാൽ കേരളത്തിൽ BJPയുടെ നിലവിൽ ശക്തമല്ല. 2021 11.3% വോട്ട് വിഹിതം BJP 2026 ഏകദേശം 11.4% ആയാണ് കൂടിയത്. 3 സീറ്റുകൾ തന്നെ കഷ്ടിച്ചാണ് നേടാൻ കഴിഞ്ഞത്. 1980 മുതൽ LDFും UDFും കേരളത്തിൽ പ്രധാന ശക്തികളാണ്. 80, 87, 96, 2006, 2016, 2021 വർഷങ്ങളായി നടന്ന 10 തെരഞ്ഞെടുപ്പുകളിൽ 6 എണ്ണത്തിലും LDF ആണ് വിജയിച്ചത്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളുമായി UDF അധികാരത്തിൽ വന്നു. വെറും 5 വർഷത്തിന് ശേഷം 2006 CPM നേതൃത്വത്തിലുള്ള LDF 98 സീറ്റുകൾ നേടി. അക്കാലത്തെ അവരുടെ ഏറ്റവും മികച്ച വിജയമായിരുന്നു ഇത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 72 സീറ്റുകൾ നേടി. കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുമായി. എന്നാൽ 2016 91 സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടെ CPM വീണ്ടും അധികാരത്തിലെത്തി. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM വീണ്ടും അധികാരത്തിലെത്തി. LDFിന്റെ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരത്തിന് ആക്കം കൂട്ടി. വോട്ടർമാർ UDFന് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടിയാണ് നിലവിൽ CPM. 14 ജില്ലകളിലായി ഏകദേശം 38,000 ബ്രാഞ്ച് കമ്മിറ്റികളും 2400-ലധികം ലോക്കൽ കമ്മിറ്റികളുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും സംഘടിതമായ തൊഴിലാളി കർഷക യൂണിയനുകളിൽ ഒന്നാണ് കേരളം. ഇത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അടിത്തറയുമാണ്. LDFന് 2026 വിധി തീർച്ചയായും ഒരു തിരിച്ചടിയാണ്. പക്ഷേ ഇതൊരിക്കലും ഒരു അവസാനമല്ല. ഇടതുപക്ഷത്തിന്റെ അടിത്തറ നിലവിൽ ശക്തമാണ്. ഇടതുപക്ഷം തീർച്ചയായും തിരിച്ചു വരും. ഇതുതന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രവും വിളിച്ചു പറയുന്നത്.